എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് വീട്ടിൽ തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ റെസിപ്പിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സാധാരണ കുക്കിംഗ് ചോക്ലേറ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും, പക്ഷെ അത് കിട്ടാത്തവരും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കുന്നത് കൊക്കോ പൗഡർ വെച്ചിട്ടാണ്. പിന്നെ ഇതിൽ ചേർത്തിരിക്കുന്ന ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ വളരെ താമസിയാതെ തന്നെ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയിട്ട് വരാം. ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കൊക്കോ പൗഡർ 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് വെളിച്ചെണ്ണയാണ്. ഇതൊരു 6 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പാൽപ്പൊടിയാണ്. ഇതൊരു 4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് പൊടിച്ച പഞ്ചസാരയാണ് 6 ടേബിൾ സ്പൂൺ. വാനില എസൻസ് 1/2 ടീസ്പൂൺ. ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഒരേപോലെ നന്നായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അരിപ്പ് ഇവിടെ ചെറിയ അരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യം കൊക്കോ പൗഡറും പാൽപ്പൊടിയും കൂടി ഒന്ന് അരിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ടെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഡബിൾ ബോയിലിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക, അതിന് മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് നമ്മൾ ബോയിൽ ചെയ്യുന്നതിനാണ് ഡബിൾ ബോയിലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു ഹീറ്റ് പ്രൂഫ് ആയിട്ടുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ വെർജിൻ കോക്കനട്ട് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ അധികം കോക്കനട്ട് ഫ്ലേവർ കാണില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ കോക്കനട്ട് ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ബട്ടർ ചേർക്കുമ്പോൾ നിങ്ങൾ പാൽപ്പൊടി ചേർക്കേണ്ടതില്ല, ബാക്കിയെല്ലാം സെയിമാണ്. അപ്പോൾ നമ്മൾ ഈ അളന്ന് വെച്ചിരിക്കുന്ന പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിരിക്കുന്ന കാരണം ഇത് നന്നായിട്ട് അലിഞ്ഞു വരും. ഇപ്പോൾ നിങ്ങൾ ഇളക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കോക്കനട്ട് ഓയിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ കോക്കനട്ട് ഓയിലിന് പകരം ബട്ടർ എടുക്കാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ കൊക്കോ ബട്ടർ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടർ വാങ്ങാൻ കിട്ടും. അതും ഈ സെയിം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്ന് ഇതൊരു സ്മൂത്ത് ടെക്സ്ചർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് തീയിൽ നിന്ന് മാറ്റി വെക്കാം. ഞാനിവിടെ സിലിക്കൺ മോൾഡാണ് എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ്. ഇത് നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങാൻ കിട്ടും. ഇത് ഞാൻ ഐക്കിയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് സിലിക്കൺ ആണ് ഏറ്റവും നല്ലത് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്. പ്ലാസ്റ്റിക് മോൾഡിനെക്കാട്ടിലും പെട്ടെന്ന് തന്നെ ഇത് ഇളകി കിട്ടും. അപ്പോൾ ഈ സിലിക്കൺ മോൾഡിലേക്ക് നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ പകുതി തനി ചോക്ലേറ്റും പകുതി കുറച്ച് നട്ട്സൊക്കെ ഇട്ടുമാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സൈഡിലൊക്കെ പറ്റുന്നത് നിങ്ങളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ 4 എണ്ണത്തിൽ ഞാൻ ഹാഫ് മാത്രമേ ഫില്ല് ചെയ്യുന്നുള്ളൂ. അതിലേക്ക് ഞാനിവിടെ കുറച്ച് നട്ട്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ കാഷ്യൂ നട്ട്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ പീസസ് ആക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിന് മുകളിലേക്ക് ബാക്കി കൂടി ഒഴിച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക.
ഇതിനി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലൊരു 2 മണിക്കൂർ ഒന്ന് സെറ്റ് ആകാനായിട്ട് വെക്കുക. ഇത് ഫ്രീസറിലല്ല, നോർമൽ ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിന് 2 മണിക്കൂർ നമുക്ക് സെറ്റ് ആകാനായിട്ട് വെക്കാം. ഇതിപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ മോൾഡിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസിയാണ് ചോക്ലേറ്റ് ഉണ്ടാക്കാനായിട്ട്. ഇതൊരു മെത്തേഡാണ്. അപ്പോൾ ഇനിയും മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ വരും വീഡിയോകളിൽ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണിത്. അപ്പോൾ അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ഫ്രിഡ്ജിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മളിപ്പം വെളിച്ചെണ്ണയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ റൂം ടെമ്പറേച്ചറിൽ വരികയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉരുകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബട്ടർ ആണെങ്കിൽ കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിൽ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാനുള്ള കാരണം അതെല്ലാവരുടെയും വീട്ടിൽ ഈസിലി അവൈലബിൾ ആണ്. അതുകൊണ്ട് ആണ് ഞാൻ വെളിച്ചെണ്ണ എടുത്തത്. അപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചോക്ലേറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഈസിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടില്ലേ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ചോക്ലേറ്റ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കളർ പേപ്പറിൽ പൊതിഞ്ഞൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് മിക്സ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് 2 മോൾഡ് ഉണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യമായിട്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ സിലിക്കൻ്റെ മോൾഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഐസ് ട്രേയിൽ ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് നമ്മൾ ഇളക്കിയെടുക്കാൻ നേരത്ത് അത് കുറച്ച് പാടായിരിക്കും. അപ്പോൾ സിലിക്കൺ മോൾഡ് നമ്മൾ ആമസോണിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ വാങ്ങി നോക്കുക. അപ്പോൾ ഇത് കൂടി ഒന്ന് സെറ്റാകാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ സൈഡൊക്കെ നിങ്ങളൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് ചോക്ലേറ്റ് തയ്യാറാക്കുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടും. അതുപോലെ തന്നെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.